ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ച് കൊള്ളട്ടെ എന്ന് ചോദിക്കുന്നില്ല. എല്ലാവരും ഹാപ്പിയാണെന്ന് എനിക്ക് അറിയാം. നമ്മുടെ വീഡിയോ കാണുന്നതൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിരിക്കും. ആൻഡ് നമുക്ക് ചാനലിന് വളരെ സപ്പോർട്ട് ഇപ്പോൾ കുറവാണ്. നമ്മുടെ വ്യൂസൊക്കെ ഭയങ്കര കുറവായിട്ട് വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തു തന്നെ ആയാലും ഞാൻ വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും, എനിക്കിതിൽ നിന്നൊരു ഇൻകം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ ചെയ്തിരിക്കും. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അനദർ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാറ്. അല്ലെങ്കിൽ മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ ഹെൽത്ത് അത്രയ്ക്കും എന്നെ സമ്മതിക്കാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പം മാത്രമാണ് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് സ്കിപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് ഇഷ്ടവുമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തികളുമായിട്ട് നിങ്ങൾ ചില്ലറ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ പിരിഞ്ഞിട്ടുമുണ്ട്. നിങ്ങളുമായിട്ട് പിരിഞ്ഞ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻസർ എന്നല്ല, നമുക്ക് നിങ്ങളുടെ എനർജി വെച്ചിട്ട് നോക്കാം. നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ആ വ്യക്തി എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ചു വരുമോ ഇല്ലയോ, അതോ അങ്ങനെ ആ വഴിക്ക് വേഗം പോവുകയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലൂടെ ഈ പറയുന്ന വ്യക്തി കടന്നു പോവുകയാണോ എന്താണെന്നൊക്കെ നമുക്കറിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന റീഡിംഗ് ഒന്ന് കാണണം. അപ്പോൾ എന്തായാലും നമ്മളൊരു മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് പ്ലീസ് ദയവായിട്ട് കാണുക. അത് കൂടുതൽ നിങ്ങൾക്ക് റെസനേഷൻ സംഭവിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് അടിച്ചു വിട്ടിട്ട് പോയി കാണുന്നുണ്ട്. എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ ഉത്തരം ഇതെടുത്ത് കളയണോ എന്ന് ചോദിച്ചപ്പോൾ വളരെയധികം ആളുകൾ പറഞ്ഞു, വേണ്ട ചേച്ചി, അത് ചെയ്യരുത്. മെസ്സേജ് അയച്ച് പേഴ്സണലി ഞാനിത് നിങ്ങളുടെ അടുത്ത് വെറുതെ പൊക്കി പറയല്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെസ്സേജ് അയച്ച്, ചേച്ചി നിർത്തരുത്, അത് ഞങ്ങൾക്ക് വേറെ സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കാണുന്നത്. സോ ഞങ്ങൾക്ക് വേറെ മെഡിറ്റേറ്റ് ചെയ്യാനോ അതുമായിട്ട് ഇരിക്കാനോ സമയമില്ല. അപ്പോൾ ഇത് വരുമ്പം നമ്മൾ അതിനോടുകൂടെ മെഡിറ്റേറ്റ് ചെയ്ത് അതിനോടുകൂടെ തന്നെ ആ റീഡിങ് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര എഫക്റ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് റെസനേറ്റ് ആവാൻ സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാൻ സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒരു റെസനേഷനൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ 2-3 പോയിന്റ്സ് എങ്കിലും ഒരാൾക്കുള്ളത് എന്തായാലും നമ്മുടെ ഈ റീഡിങ്ങിൽ കാണും. അത് ഞാൻ ഗ്യാരണ്ടി, ഞാൻ ഷുവർ പറയാണ്. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഓടി വരൂ. അത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു ഐറ്റമാണ്. അതിൽ പിക്ചറോ വേർഡോ ഒന്നും വേണ്ട. നിങ്ങൾ ആ മ്യൂസിക് ഒന്ന് ശ്രദ്ധിച്ച് ഒരു 2-3 മിനിറ്റ്സ് എങ്കിലും, മിനിമം 2-3 മിനിറ്റ്സ് എങ്കിലും ഇരുന്നില്ലെങ്കിൽ അതിൻ്റേതായ ഒരു എഫക്റ്റും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേഖടിപ്പിച്ചു എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. കാരണം നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യാനാണ് ഈ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേര് വന്നിട്ട് പറയും കൂടുതൽ ഡയലോഗ് അടിക്കാതെ തുടങ്ങൂ എന്നുള്ളത്. നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യാണ്. നമ്മൾ ഇൻറ്ററാക്റ്റിങ്ങിലൂടെയാണ് ഓരോ പോയിൻറ്റ്സ് പറയുന്നതും. അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാക്കി തരുന്നതെന്ന് പറയുന്നത്. അല്ലാതെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യമല്ല ഈ ടാരറ്റ് റീഡിങ്. വേഗം എന്ന് പറയുന്നവർ മനസ്സിലാക്കുക ആ ഒരു പോയിന്റ്. പെട്ടെന്ന് എടുത്ത് പിടിച്ചു നമ്മൾ ഈ ഒരു സമയത്ത് തോന്നുന്ന, അപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവേണ്ട കാര്യങ്ങളുണ്ടാവാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ നിങ്ങളതൊക്കെ അടിച്ചു വിടുന്നത് വഴി നിങ്ങൾക്കതൊന്നും കാണാനും പറ്റില്ല, അറിയാനും പറ്റില്ല. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ നിങ്ങൾ അടിച്ചു വിടുമെന്ന് എനിക്കറിയാം. മെഡിറ്റേഷൻ്റെ ബൈറ്റ് അടക്കം അടിച്ചുവിടുന്ന ആളുകളാണ്. വളരെ കുറവ് സമയം മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുള്ളൂ. ഞാനൊരു 15-20 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടാൽ വരെ 4 മിനിറ്റും 5 മിനിറ്റും ഒക്കെയാണ് കൂടിപ്പോയ ഓരോരുത്തർ വീഡിയോ കാണുന്നത്. സോ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ആ കാര്യത്തിൽ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും ആത്മാർത്ഥതയിൽ, ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പം നിങ്ങൾ വേറൊരു രീതിക്കാണ് അത് എടുക്കുന്നതും അതിനെ കാണുന്നതും. സോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല.
universe, universe, angels, what you need to hear right now. ഫസ്റ്റ് വന്നതാണ്, ഞാൻ അവിടെ തന്നെ വെച്ചു. ആൻഡ് അനദർ അഗെയിൻ വന്നു. നൈറ്റ് ഓഫ് സോർഡ്സ്, ഷഫ്ലിംഗ് ആണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഷഫ്ലിംഗ് കാണാൻ ശ്രദ്ധിക്കുക. Eight of Pentacles, Nine of Pentacles, Queen of Pentacles, the Empress, Three of Swords, Seven of Pentacles, Seven of Swords. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് കയറ്റി വെച്ചാൽ നിങ്ങൾക്ക് അടിഭാഗം കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് കൺജസ്റ്റഡ് ആണ്. കാരണം ഇത്രയും ആ ഒരു ഫ്രെയിമിൽ കൊള്ളിച്ചാൽ മാത്രമേ വളരെ ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ. അതല്ലാതെ കുറച്ചും കൂടെ ലോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല, കുറേ ലോങ് ആയിട്ട് കാണിക്കുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കാണിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയിൽ കാണിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അല്ലാതെ വെറുതെ കുറേ ചവറ് പോലെ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ദി എംപറസ്, ത്രീ ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, സെവൻ ഓഫ് സോർഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക്ക് ഈസ് ഫൈവ് ഓഫ് സോർഡ്സ്. അപ്പം നമുക്കിതിൽ കൂടുതലും കിട്ടിയിരിക്കുന്ന സ്വോർഡ്സും പെൻറ്റക്കിൾസും ആണ് അല്ലേ. സ്വോർഡ്സും പെൻറ്റക്കിൾസും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾ, അത് ഏത് സാഹചര്യവും ആവാം, എങ്ങനത്തെ സാഹചര്യം വേണമെങ്കിലും ആവാം, ആ സാഹചര്യത്തിൽ വെച്ച് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ, അതോ അവർ വേറെ ഏതെങ്കിലും സാഹചര്യവുമായി അവിടെ സെറ്റായി പോയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ അഗെയിൻ ആൻഡ് അഗെയിൻ പറയുന്നത് നമുക്ക് ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ പറഞ്ഞ് വീണ്ടും നിൽക്കരുത് കേട്ടോ, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ പെണ്ണെ എന്നൊക്കെയുള്ള ആളുകൾ, അങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, തക്കുടെ കുട്ടന്മാരെ മിണ്ടാതിരിക്കുക. നമ്മൾ റീഡിങ് ആണ് പറയുന്നത്. സോ ഇത് കേൾക്കണ്ടാത്തവർ പോവാം. നമ്മൾ എനർജി കണക്റ്റ് ആവുന്ന രീതിയിൽ സംസാരിക്കാം. നല്ലൊരു എനർജി കാണുന്നുണ്ട്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്, പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ. ആൻഡ് നിങ്ങളുടെ കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ പറയുന്ന പേഴ്സൺ ഉണ്ടല്ലോ, ഈ പറയുന്ന വ്യക്തി, നിങ്ങളുടെ ഈ പറയുന്ന വ്യക്തിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് തിരിച്ചു വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും, വെറുതെ വന്നാൽ പോരാ, എങ്ങനെയെങ്കിലും ഏത് വിധേനയാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് അവർ ഭയങ്കരമായിട്ട് ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുമായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് അവർ വിഷ്വലൈസ് ചെയ്യുന്നതായിട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. അവർക്ക്
ചില കാര്യങ്ങൾ, ചില പ്രത്യേകമായിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അവർ ലൈഫിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു പൂർണ്ണമായ ഡിസിഷൻ മേക്കിംഗ് ടൈമിലാണ് അവരിപ്പോൾ. അതൊരു പെർഫെക്റ്റ് ടൈം ആവുമ്പോഴേ അവരതിൽ നിന്നും റിലീസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. ആ ഒരു ഇൻഡിക്കേഷനും ഈ കാർഡ്സിൽ കാണിക്കുന്നുണ്ട്. അവർ പലതരത്തിലുള്ള കൺഫ്യൂഷൻസിലാണ്. ഏത് കാര്യമാണ്, ഇന്ന കാര്യമാണ്, എന്തിൻ്റെ കാര്യമാണ്, അങ്ങനെയല്ല, പല കാര്യങ്ങളിലും അവർ കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻസ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം നിനക്കുണ്ടാവാം, എനിക്കുണ്ടാവാം, അപ്പുറത്ത് ഇത് കാണുന്നവൾക്കുണ്ടാവാം, അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള കൺഫ്യൂഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ബോധം വെച്ച പ്രായം മുതൽ ഈ ഒരു സമയം വരെ, ഈ ഒരു നിമിഷം, ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം വരെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം. ചില കാര്യങ്ങളിലെ കൺഫ്യൂഷൻ നമ്മൾ തന്നെ അത് ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ച് ഇന്നതിലെത്താം എന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തും. ആൻഡ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റാരെങ്കിലും വഴി നിങ്ങളൊരു ഡിസിഷൻ തിരഞ്ഞെടുക്കാൻ നോക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ വഴിയോ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കും. പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഡിസ്കസ് ചെയ്യാനോ ഈ കാര്യം പറഞ്ഞ് സംസാരിക്കാനോ അതിലൊരു അഭിപ്രായം തേടാനോ പറ്റുന്ന ഒരാൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതുവരെ ഈ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിപരമായ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ച് ഒരു റിലീഫ് കണ്ടെത്താൻ വേണ്ടിയിട്ട് വേറൊരാളെയും ആ വ്യക്തിക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. വൺ ആൻഡ് ഓൺലി ദാറ്റ്സ് യു. നിങ്ങളെ മാത്രമേ അവർക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന് പുറമേ, നിങ്ങൾക്ക് പുറമേ മറ്റൊരാൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവരിതുവരെയും ആലോചിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു കൺസെപ്റ്റിലൂടെ നോക്കുമ്പം അവർ നിങ്ങൾക്ക് തരുന്ന പ്രാധാന്യം ആ ഒരു കൺസെപ്റ്റിലൂടെ മാത്രമല്ല, വേറെ ഏത് കൺസെപ്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഇമ്പോർട്ടൻസ് അവർ വേറൊരാൾക്കും ഇതുവരെയും കൊടുത്തിട്ടില്ല. ഈവൻ സ്വന്തം അമ്മയ്ക്കോ അച്ഛനോ പോലും അല്ലെങ്കിൽ സ്വന്തം ഫാദറിനോ മദറിനോ പോലും ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാർഡ്സിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമായിരിക്കാം മെയിൻ കൺഫ്യൂഷൻ. അതുകൂടാതെ പല കാര്യങ്ങളും കരിയറിലായാലും അവരുടെ പല കാര്യങ്ങളിലും പല സമയത്തും അവർക്ക് പല കൺഫ്യൂഷൻസും ഉണ്ടായേക്കാം. ഈ കൺഫ്യൂഷൻസ് ഒന്നും തീർക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ആദ്യമായിരുന്നെങ്കിൽ അവരത് നിങ്ങളുടെ അടുത്താണ് തീർത്തിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിരുന്നത്, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത്, ലോങ് ടൈം നിങ്ങളോട് സംസാരിച്ചിരുന്ന അതിനൊരു ഉത്തരം അവർ കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനൊരു ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു സമയമോ സാഹചര്യമോ സിറ്റുവേഷനോ അതിന് തക്കവണ്ണമുള്ള ഒരാളോ ഒരു പേഴ്സൺ വേണമല്ലോ. നമുക്കൊക്കെ ഒരു വിഷമഘട്ടം വരുമ്പോൾ നമുക്ക് പോയി ഓടിച്ചെന്ന് ചായാനും ഓടിച്ചെന്ന് കരയാനും ഒരു ഒരു ഷോൾഡർ എല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? ആ ഒരു ഷോൾഡറിൻ്റെ അടുത്ത് പോയി നമ്മൾ ചായുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഷോൾഡറിൻ്റെ അടുത്ത് നമ്മൾ പോയി കൈ പിടിച്ചോ നമ്മുടെ കൈയും പിടിച്ച് കുറച്ച് നേരം സങ്കടം എന്ന് പറയുമ്പോഴോ അത് ചിലപ്പോൾ നമ്മുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, മറ്റുള്ളവർക്ക് അതൊരു ലവറായിരിക്കാം, ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നോർമൽ റിലേഷൻസ് ആയിരിക്കാം, കസിൻസ്, ബന്ധുക്കൾ, ഫ്രണ്ട്സ്, ഈവൻ ഫ്രണ്ട്സ് പോലും അങ്ങനെയുള്ളവരുണ്ട്. ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആ പ്രശ്നം ഒന്ന് അങ്ങോട്ട് പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിലെ കൺഫ്യൂഷൻ ഇതാണ്, ഇതിനൊരു ആൻസർ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ആൻസർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എല്ലാവരുടെ ലൈഫ് ലോങ്ങിലും ഉണ്ടാവും. ഒരു ടൈം വരെ ഒരാളാണെങ്കിൽ മറ്റൊരു ടൈമിൽ നമുക്ക് വേറൊരാളായിട്ട് ദൈവം തരും, അതുണ്ടാവും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവരും അവർക്ക് നിങ്ങളും. നിങ്ങൾക്ക് മറ്റൊരാളും ഇവരിൽ കവിഞ്ഞ് മറ്റൊരാളെ നിങ്ങൾക്ക് ഇതുവരെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതാണ് സത്യം.
ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടുമില്ല, ഇനിയൊട്ട് സാധിക്കുകയില്ല. മനസ്സിലായോ? അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിനോട് ചോദിച്ചു നോക്കും. നിങ്ങളുടെ പേഴ്സണെ കവിഞ്ഞ് വേറൊരാളെ നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് വിഷമം പറയാനോ സങ്കടം പറയാനോ ഒന്ന് ആ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ റിലാക്സ് ആവുന്നതും ഒക്കെ മറ്റൊരു റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ മറ്റൊരു ആളുടെ അടുത്ത് നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ആ ഒരു തോളാണ് ഇന്ന് അകന്ന് നിൽക്കുന്നത്. അകന്ന് നിൽക്കുന്ന കാര്യം പറയുമ്പം ഇപ്പം എനിക്ക് തന്നെ ചിരി വരുന്നു, എനിക്ക് കാർഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്ത് കേസിനാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ രണ്ടായിട്ടുള്ളത് എന്ന്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലാണ് നിങ്ങളിപ്പോൾ അടിയിട്ട് മാറി പിരിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം, അതൊരിക്കലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാര്യമോ ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യം പോലുമല്ല. നിസ്സാര ഒരു കാര്യത്തിൻ്റെ പേരിൽ അടിയിട്ട് വഴക്കിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ, അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾ വഴക്കിട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിട്ട കാരണം എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് വഴക്കിട്ടെ എന്നുള്ളത്. അപ്പോൾ അവർക്ക് തന്നെ കൺഫ്യൂഷൻ. എൻ്റെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം വരുമ്പോൾ എനിക്ക് അത്രയും ആവശ്യമുള്ളൊരു സമയത്ത് ഈ വ്യക്തി ഉണ്ടാവുമോ എൻ്റെ കൂടെ? ഈ മാതിരി വഴക്കിട്ട് ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വഴക്കടിച്ച് സ്വന്തം കാര്യം നോക്കി ഒന്നെങ്കിൽ ബ്ലോക്കാക്കി പോവുക അല്ലെങ്കിൽ മാറ്റി നിർത്തി പോവുക, അങ്ങനെയുള്ള ഒരാളാണ്. കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക. എങ്ങനെ ഞാൻ ഈ വ്യക്തിയെ വിശ്വസിക്കും? എൻ്റെ ലൈഫിൽ എൻ്റെ ആയുസിൻ്റെ അവസാനം വരെ കൂടെ കൊണ്ട് നടക്കാൻ ഞാൻ തീരുമാനമെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? ആ നിങ്ങൾ തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും രണ്ടുപേരും പരസ്പരം തരണം ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങണം എന്ന് ഉറച്ച് മുന്നോട്ട് പോയിരുന്ന നിങ്ങൾ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വഴക്കിട്ട് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എന്ത് കാര്യത്തിനാണ്, എത്രമാത്രം സീരിയസ് അർഹിക്കുന്ന കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ വഴക്കിട്ട് നിൽക്കുന്നത്? എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നത്? ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. ഈ നുള്ളി പിച്ചി മാതി എന്നുള്ള ചെറിയ ചെറിയ കേസുകളാണ്, അത്രയും ലാഘവത്തോടു കൂടി എടുക്കേണ്ട കേസുകളാണ്. നമ്മൾക്കൊന്നുമില്ലെങ്കിലും എന്തായാലും 20 വയസ്സിന് മുകളിൽ ഉള്ള പ്രായമുള്ള വ്യക്തികൾ, 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് കാണുന്നത് വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരവരുടേതായ രീതിയിൽ ശ്രദ്ധിക്കുക. പ്രായപൂർത്തിയാവാതെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ആൻഡ് 20 വയസ്സിന് മുകളിലുള്ള ഒട്ടുമിക്ക ആളുകളുമാണ് പിന്നീട് നമ്മുടെ വീഡിയോ കാണുന്നത്, നമ്മുടെ പ്രേക്ഷകർ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് പക്വതയുണ്ട്. നിങ്ങളുടെ മനസ്സിലിട്ട് ഇരുത്തി കുലുക്കി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ സെയിം റീസൺ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും നിങ്ങളോട് വഴക്കിടുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ കൺഫ്യൂഷനിലാണ്. എങ്ങനെയാണ് ഇത് തീർക്കുക, എങ്ങനെയാണ് പഴയ രീതിയിലാവുക എന്നൊക്കെ. ആൻഡ് അവർക്ക് മറ്റേതെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് വരെ നിങ്ങൾക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്നവരെയും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഹാർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചില സിറ്റുവേഷൻസൊക്കെ എനിക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഹിൻ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റാരോ വഴി അങ്ങനെ ഒരു ഹിൻ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒബ്വിയസ്ലി അത് വളരെ പൊട്ടത്തരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റൊരാളെ ഹൃദയത്തിലേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഞാൻ ഷുവർ പറയാം. നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്ക് അത്രയും ബോധ്യമുള്ള ഒരു കാര്യം മാത്രമേ മറ്റൊരാൾ പറയുമ്പോഴേക്കും നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ. അല്ലാതെ സാധാരണ നോർമൽ കേസിൽ നിങ്ങൾക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കുക. അത് വിചാരിച്ചിട്ട് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കണം, ടോക്സിക് ആയിട്ട് അവരെ കൊണ്ട് നടക്കണം ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എത്ര മാത്രമുണ്ട് എന്ന് ഏകദേശം നിങ്ങളോട് പെരുമാറുന്ന രീതി കണ്ടാൽ നിങ്ങൾക്കറിയാലോ.
നിങ്ങളോടുള്ള ക്യാരക്ടർ, നിങ്ങളോട് കെയർ ചെയ്യുന്ന രീതി, നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് പറയുമ്പോൾ അവർ സാധിപ്പിച്ച് തരുന്ന രീതി, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടിന്യൂ ഓരോ മാസം 2 മാസം 3 മാസം അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു നിങ്ങളോട് കാണിക്കുന്ന കെയറിങ്ങും സ്നേഹമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ആ ഒരു കോണ്ടൻ്റാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മാസമായി ഞാൻ പരിചയപ്പെട്ടിട്ട് ഈ ഒരു മാസം എന്നെ ഭയങ്കരമായിട്ട് വളരെ പക്വതയോടെ എന്നെ നോക്കുന്നുണ്ട്, വളരെ പെർഫെക്റ്റായിട്ട് എന്നെ കാണുന്നുണ്ട്, ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നുണ്ട്, അപ്പോഴേക്കും അങ്ങോട്ട് ഒലിച്ചു. നോ, അങ്ങനെയല്ല. 1 മാസം കൊണ്ട് നമ്മളെ പറ്റിപ്പിക്കാം, 2 മാസം കൊണ്ട് നമ്മളെ പറ്റിക്കാം, കൂടിപ്പോയി 6 മാസം വരെ നമ്മൾ അന്തസ്സായിട്ട് പറ്റിക്കാം. പക്ഷെ 1 കൊല്ലത്തിൻ്റെ അടുത്തൊന്നും ഒരാൾക്കും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീക്ഷിക്കേണ്ട എന്താ, കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണോ ഇദ്ദേഹം എന്ന് നിങ്ങൾ വിലയിരുത്തുക. ഫസ്റ്റ്ലി തന്നെ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ ഇദ്ദേഹം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, അതിനൊരു ഡിസിഷൻ എടുക്കുക, അത് കണ്ടുപിടിക്കുക. ആൻഡ് ആഫ്റ്റർ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ അതിനനുസരിച്ച് തീരുമാനിക്കുക. മനസ്സിലായോ? നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം സത്യസന്ധമാണോ എന്നറിയാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളോട് ഫസ്റ്റ് കാണിച്ച അതേ രീതി തന്നെയാണ് ലാസ്റ്റ് വരേക്കും. സ്നേഹം കൂടുന്നോണ്ട് കുഴപ്പമില്ല, കുറയുന്നുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് കാണുന്ന ആളുകൾക്ക് കൂടി വരാം സ്നേഹം. ഫസ്റ്റ് കാണുന്ന പോലെ ആവില്ല, പിന്നെ ഓരോ മാസം കൂടുന്തോറും കൂടി വരാം. അത് വളരെ കുറവാണ്, കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ കുറയുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളെ കാണുന്ന രീതി, നിങ്ങളെ പറ്റിക്കപ്പെടാൻ എളുപ്പമാണ്, പക്ഷേ ഈ പറ്റിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് കറേജും തൻ്റെ ഒക്കെ വേണം. ഓക്കെ, അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പും ഇല്ല, അവർക്കതിന് സാധിക്കില്ല എന്നുള്ളത് വളരെ ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ. ആ വിലയിരുത്തിയ അഭിപ്രായം വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഒരാൾ പറയുമ്പോഴേക്കും നിങ്ങളത് വിശ്വസിക്കുകയാണോ ചെയ്യേണ്ടത്? അതിൻ്റെ സത്യാവസ്ഥ അറിയുക, ഈ വ്യക്തിയോട് തന്നെ ചോദിക്കുക, അതിൻ്റെ ക്ലാരിറ്റി തേടുക, അല്ലെങ്കിൽ ഈ വ്യക്തി അറിയാതെ നിങ്ങൾ സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക, അതിനൊരു ഉത്തരം കണ്ടുപിടിക്കുക. അവിടെയാണ് നിങ്ങളുടെ കഴിവ്. അല്ലാതെ ഓടിപ്പോയിട്ട് വഴക്കുണ്ടാക്കി തല്ലൂട്ടുണ്ടാക്കി 2 പേരും 2 ധ്രുവത്തിലിരിക്കുകയാണ്. ഇപ്പോൾ 2 ആൾ 2 വഴിക്കിരിക്കുകയാണ്, ഓരോ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വഴക്കിട്ടിട്ട്. ഇതിപ്പോൾ ഒരു റീസൺ, പല റീസൺ കൊണ്ടും വഴക്കിട്ടിട്ട് 2 പേര് 2 ധ്രുവത്തിലായിട്ടിരിക്കുന്നവർ ഇപ്പോൾ ഈ റീഡിങ് കാണുന്നുണ്ട്. മറ്റുള്ളവർ സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവർ നല്ല റിലേഷൻഷിപ്പിലാവുമ്പോഴും നിങ്ങളത് കണ്ട് വിഷമിക്കുകയാണ്. എനിക്ക് മാത്രം എന്തുകൊണ്ട്? ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഓരോ വ്ളോഗേഴ്സ് ഓരോ വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അവരുടെ നല്ല സൈഡ് മാത്രമേ അവർ വീഡിയോയിൽ പുറത്ത് കാണിക്കുള്ളൂ. ബാഡ് സൈഡ് വ്ളോഗേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സ് ബാഡ് സൈഡ് അവരവരുടെ ലൈഫിൻ്റെ കാണിക്കത്തില്ല. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ്ലി മനസ്സിലാക്കുക. അവരുടെ നല്ല വശം മാത്രം പുറത്ത് കാണിക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. അത് മൈൻഡിൽ വയ്ക്കുക. എല്ലാവരുടെ ലൈഫിലും ഉണ്ട് ഗുഡും ബാഡും. എല്ലാവരും ഒരുപോലെ പക്കയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന വ്യക്തികളൊന്നുമല്ല. അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ അത് നിങ്ങളുടേത് മാത്രമാണ്. ആൻഡ് അത് മെച്യൂരിറ്റി, എത്രമാത്രം മെച്യൂരിറ്റിയിൽ അത് തീരുമാനിക്കുന്നു എന്നുള്ളതിലാണ്, എത്രമാത്രം മെച്യൂരിറ്റിയിൽ അത് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതിലാണ്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഡൗട്ട് മാറ്റിവെച്ചോളാം. മറ്റൊരു റിലേഷൻഷിപ്പും ആ വ്യക്തിക്കില്ല. ജോബ് റിലേറ്റഡ്, വൺ ഓഫ് ദി മോസ്റ്റ് തിങ് ജോബ് റിലേറ്റഡ്. ആൻഡ് വേറെ ചില ഫാമിലി ഇഷ്യൂസ്, സ്റ്റക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളുടെ പേരിലാണ് അവരിപ്പം നിങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ പല റീസൺസും ഉണ്ട്, നിങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുന്നതിൻ്റെ പല റീസൺസും ഉണ്ട്. പക്ഷേ അതിൽ ഒരു റീസൺ പോലും നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിൻ്റെ പേരിലാണ് അവർ മാറി നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരിക്കലുമല്ല. അവർ ഡിറ്റാച്ച്ഡ് ആയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളല്ല. ഒരിക്കലും അത് നിങ്ങളല്ല. നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടല്ല അവരിപ്പോൾ അതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്.
അത് ആലോചിച്ച് നിങ്ങളിപ്പോഴും സങ്കടപ്പെടുന്നുണ്ട്. അതല്ല സത്യം. അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക്, അല്ലെങ്കിൽ അനദർ റിലേറ്റഡ് പ്രോബ്ലംസ്, പല ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മൂലം സ്റ്റക്ക്ഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്തിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ നിങ്ങളെ മറന്നിട്ടോ നിങ്ങളെ ഇതാക്കിയിട്ടോ ഒന്നുമല്ല. അവരവരുടെ കരിയറിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലീനെ ഗ്രോ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ, സമൂഹത്തിൻ്റെ വലിയ ഉന്നത പദവിയിലേക്ക്, ഉന്നത പൊസിഷനിലേക്ക്, ഒരു ന്യൂ സ്റ്റേജിലേക്ക് അവരുടെ ഫാമിലീനെ കൊണ്ടുവരാൻ, മറ്റു ചിലർക്ക് പുതിയൊരു ഹോം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ വീട് വെക്കാനായിട്ട്, അതിൻ്റെ നെട്ടോട്ടത്തിൽ, അങ്ങനെ പല കാര്യത്തിലാണ്. ബിസിനസ് ഫ്ലോപ്പായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ചില ഇഷ്യൂസ്, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു വഴക്കിൻ്റെ റിലേറ്റ് ചെയ്തിട്ടല്ല അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. അവരെങ്ങനെയെങ്കിലും തിരിച്ചു വരണം. ബിക്കോസ് അവരുടെ ആ സിറ്റുവേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമേ അവർക്കൊരു സമാധാനത്തിനുള്ളൂ. നിങ്ങളുടെ കൈ പിടിച്ച്, നിങ്ങളുടെ തോളിൽ കിടന്ന് നിങ്ങളെ ഒന്ന് ഒരു ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അവരുടെ ഫുള്ള് ടെൻഷനും പ്രഷറും ഒക്കെ മാറും. അതവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് യാദൃശ്ചികമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ മുമ്പിൽ ഈ വ്യക്തി എത്തുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ആ എത്രമാത്രം എനർജിയിലാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, ആ എനർജിയിൽ മുഴുവൻ കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ 3 ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കണക്റ്റഡ് ആയിട്ട് റീഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടവർ ആ റീഡിങ്ങും കാണാതിരിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ റീഡിങ്ങും പോയി കാണുക കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, കാണുന്നവരെല്ലാവരും സബ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റാ.